ഈ ഒരു വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്നൊരു വലിയൊരു സ്റ്റോറി, ഞാൻ വന്ന ഓരോരോ ട്രാക്ക് ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ഓർത്താണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ജേർണി വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു വ്ളോഗർമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ വീഡിയോ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ജേർണി എനിക്ക് തന്നെ ആദ്യമേ അപ്ലോഡ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ എത്ര പേര് എനിക്ക് ഫുള്ളും കാണുമെന്ന് എനിക്കറിയില്ല, കണ്ടിട്ട് എത്ര പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമ്മൾ വന്ന ഓരോ ജേർണിയുടെയും തുടക്കം എവിടെ എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, ഞാൻ ജനിച്ചത് 2000-ലായിരുന്നു ഗൈസ്. ആ 2000-ൽ നിന്ന് തുടങ്ങി 2026 ഞാൻ നിൽക്കണേ. 26 നിൽക്കണ നിമിഷം എനിക്കൊരുപാട് സന്തോഷമുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ അത് നമ്മുടെ മാത്രം പ്രശ്നങ്ങളായ ഓരോരുത്തരുടെയും പ്രശ്നം അവരവരുടെ മാത്രമാണ്. എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അതിജീവിച്ച് നല്ല കിടിലായിട്ട് ഞാൻ സോൾവ് ചെയ്യും. പ്രശ്നങ്ങൾ വരും, മനസ്സിൽ വളരെ നല്ല കിടിലായിട്ട് ഞാൻ തളർന്നു പോകും. പക്ഷെ എന്നാലും ഞാൻ വീണ്ടും ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിഹാരം, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. ആ പരിഹാരങ്ങൾ ഞാൻ സുഖമായിട്ട് കണ്ടെത്തും. സമാധാനം ഇല്ലാത്തൊരു ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതിന് ഞാൻ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കും. പിന്നെ ജനിച്ചത് ഞാൻ പറഞ്ഞില്ലേ, ജനിച്ചത് 2000-ലായതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ തലമുറയെ പോലെ തന്നെ ഒരു ജീവിതം ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടിരിക്കണേ. ആ പരിശ്രമമാണെങ്കിൽ എന്നെ 2026 ഓട്ട് ബീൻസ് എന്നുള്ള സ്ഥാപനത്തിലെത്തിച്ച്. ആ ഓട്ട് ബീൻസ് എന്നുള്ള സ്ഥാപനം തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ 2018 ഏകദേശം ഒരു 2018-ലാണ് ഞാൻ +2 കാലഘട്ടം പഠിക്കണത്. അപ്പോൾ ആ +2 കാലഘട്ടത്തിൽ എനിക്ക് അവനും കൂടി ഉണ്ടായിട്ടുള്ളൊരു, നമ്മൾ കൂട്ടുകാരന്മാർ സംസാരിക്കണത് പോലെ തന്നെ ഓരോ സംസാരിച്ച് ഒരു ചായക്കട എന്നുള്ളൊരു സാധനത്തിൽ തുടങ്ങിയതാണ്. പക്ഷെ ഇന്ന് ആ ഒരു സംരംഭം അതൊരു ബ്രാൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കണേ. ആ ഓട്ട് ബീൻസ് എന്നുള്ളൊരു പേര് അത്യാവശ്യം ആൾക്കാരായിട്ട് നല്ല രീതിക്ക് പ്രവചിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് നല്ല സന്തോഷം തന്നെയുണ്ട്. പക്ഷെ ആൾക്കാരുടെ മുമ്പിൽ അത്രത്തോളം വളർന്നെങ്കിലും നമുക്കത് നമ്മൾ വിചാരിച്ച ആ ലെവലിൽ നമുക്ക് എത്തിയിട്ടില്ല. നമ്മളത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു ഓട്ടം നമ്മൾ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കണേ. ചില സമയങ്ങളിൽ നല്ല പ്രഷർ വരും ഗൈസ്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലും വെത്തതും വേണ്ട, ഉറക്കം വരെ നഷ്ടപ്പെടാൻ, അതേപോലത്തെ ഒരു ലെവലിൽ ചില നിമിഷങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഒരു സങ്കടവും ഇല്ല. വീണ്ടും വെച്ച കാലം മുമ്പോട്ട് തന്നെ വെക്കാൻ ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിക്ക് പരിശ്രമിക്കുന്നുണ്ട്. ആ ഒരു പരിശ്രമം അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടം വരെ എത്തിച്ചും തന്നെ ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടാ. ഞാനിപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ജേർണി പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ ഒരു ജേർണി കേട്ട് പുതിയ തലമുറകളും പുതിയ പിള്ളേരാണെങ്കിലും പുതിയ ആഗ്രഹമുള്ള ഓരോ വ്യക്തികളും ഇതേപോലെ തന്നെ നല്ലോണം അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തണം എന്നുള്ളൊരു വിചാരത്തോടെ കൂടി പറയണതാണ്. കുറേ പേര് ഞങ്ങളോട് പറയാനുണ്ട്, നിങ്ങൾക്ക് ഈ സാധനമൊന്നും പറ്റൂല, പക്ഷേ ഞങ്ങൾ എത്തിക്കും. പറ്റൂല എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റൂല എന്ന് പറയാൻ പറ്റും, പക്ഷേ നമുക്കറിയാം നമ്മളിവിടെ എത്തണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും തളർത്തല്ലേ എന്നാണ് ഞാൻ പറയുള്ളൂ. പക്ഷെ എത്ര പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഈ ഒരു വീഡിയോ കണ്ടിട്ട്. പക്ഷേ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും നമുക്കറിയാം. കാരണം നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്, ചേർത്ത് പിടിക്കുമെന്ന് അറിയാം. അപ്പോൾ മുന്നോട്ട് പോയ കാലം എപ്പോഴും മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കണം ഗൈസ്. ആഗ്രഹം എന്തുണ്ടെങ്കിലും തീർക്കാൻ പറ്റും. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഈ ജേർണിയാണ് ഞങ്ങളുടെ ആ ചെറിയൊരു രീതിക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്കപ്പോൾ